നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 402, കണ്ടെടുത്തത് 181 ശരീരഭാഗങ്ങൾ. തിരുവനന്തപുരത്ത് 4 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം, ജാഗ്രതാ നിർദ്ദേശം. ശിരൂരിന് സമീപം കടലിൽ നിന്ന് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. DNA പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബം. ഇസ്രായേലിൽ ഹിസ്ബുള്ളയ്ക്ക് ഡ്രോൺ ആക്രമണം, 2 ഇസ്രായേലി സൈനികർക്ക് പരിക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുധാകരനെ തള്ളി വീണ്ടും ചെന്നിത്തല. എല്ലാവരും സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥന. വാർത്തകൾ വിശദമായി. ചൂരൽമലയെയും മുണ്ടക്കയെയും പിടിച്ചുകുലുക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് 8ാം ദിവസം. കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയർന്നുവരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടാകെ. ഒരാഴ്ച പിന്നിടുമ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് സൂചിപ്പാറയിലെ സൺറൈസ് വാലി മേഖലയിൽ തിരച്ചിൽ നടത്തി. നേരത്തെ പരിശോധന നടത്താനാകാത്ത മേഖലയാണിത്. വ്യോമസേന ഹെലികോപ്റ്റർ വഴിയാകും ദൗത്യസംഘത്തെ മേഖലയിൽ എത്തിച്ചത്. ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങൾ പുതുമലയിൽ കൂട്ടമായി സംസ്കരിച്ചു. 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഒരുമിച്ച് സംസ്കരിച്ചത്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയാനുള്ള അടയാളങ്ങളോടെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം നടത്തിയത്. വൈകിട്ട് 4 മണിയോടെ തുടങ്ങിയ ചടങ്ങുകൾ രാത്രിയോടെയാണ് പൂർത്തിയായത്. അതേസമയം പ്രത്യേക ദൗത്യസംഘവുമായുള്ള വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സൂചിപ്പാറ പോത്തുകല്ല് ഭാഗത്തെ വനമേഖലയിലെത്തി. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്റർ സേനാംഗങ്ങളുമായി 12 മണിയോടെയാണ് പുറപ്പെട്ടത്. രാവിലെ 9ഓടെ ദൗത്യം ആരംഭിക്കാനായിരുന്നു തീരുമാനമെങ്കിലും കാലാവസ്ഥ പ്രതികൂലമല്ലാത്തതിനാലാണ് വൈകിയത്. അതേസമയം ഇന്നു മുതൽ ദിവസം രാവിലെ 6 മുതൽ 9 വരെ ബെയിലി പാലത്തിലൂടെ 1500 പേരെ മാത്രമേ കടത്തിവിടൂ. കൂടുതൽ ആളുകൾ വരുന്നത് തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണിത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് മാറി ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയതായി വിവരം. എന്നാൽ മൃതദേഹം ആരുടേതെന്ന് വ്യക്തമല്ല. ഈ പ്രദേശത്ത് നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ലെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം മലയാളിയായ അർജുന്റേതാണോ എന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം DNA പരിശോധനയ്ക്കൊരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം. കടൽ തീരത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഷിരൂർ മണ്ണിടിച്ചിലിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഗംഗാവാലിപ്പുഴ ഒഴുകിച്ചേരുന്ന പ്രദേശമാണിത്. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. അകനാശിനി ബാണ്ട എന്ന സ്ഥലത്താണ് മൃതദേഹമുള്ളത്. കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ജീർണാവസ്ഥയിലായതിനാൽ ആരുടെയെന്ന് പറയാൻ കഴിയില്ല. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈശ്വർ മാൽപ്പെ സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുകയാണ്. അതിനിടെ DNA പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. നേരത്തെ അർജുന്റെ സഹോദരന്റെ DNA ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശം വെച്ചിരുന്നു. ഇതും ചേർത്ത് പരിശോധിക്കണമെന്ന് കുടുംബം പറയുന്നത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് കർണാടകയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമുന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിണറായി കത്തയച്ചിരുന്നു. നിലവിൽ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. അർജുന്റെ കുടുംബത്തെ കോഴിക്കോട്ടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു. അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ കർണാടക സർക്കാരിനെ അറിയിക്കുമെന്നും ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു. സന്ദർശനത്തിന് പിന്നാലെയാണ് കർണാടകയ്ക്ക് കത്തയച്ചത്. വയനാട് പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് വേണമെന്നും പുനരധിവാസം സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുനരധിവാസത്തിനു വേണ്ടി സർക്കാരിന്റെ ക്രിയാത്മക നടപടികൾക്ക് പിന്തുണ നൽകും. അതിനൊപ്പം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും നൽകും. ദേശീയ ദുരന്തമെന്ന് പേരിട്ട് വിളിച്ചെങ്കിലും വയനാട് ഉരുൾപൊട്ടലിനെ L3യിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പരമാവധി സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പുനരധിവാസം വേണ്ടിവരുന്ന 450 കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിഗണിക്കണം. കുറെ ആളുകൾക്ക് സർക്കാർ തന്നെ തൊഴിൽ നൽകേണ്ടി വരും. ചിലർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി നൽകണം. കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് വീണ്ടും കൃഷി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. പുനരധിവാസത്തിന് വേണ്ടിയുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഗ്രൗണ്ടും സ്കൂളും അംഗൻവാടിയും ഉൾപ്പെടെ നിർമ്മിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് മാതൃകാ പദ്ധതി തന്നെ നടപ്പിലാക്കും. പുനരധിവാസം എന്നത് ഫാമിലി പാക്കേജാക്കി നടപ്പിലാക്കിയാൽ മാത്രമേ ഫലപ്രദമാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കുമുണ്ട്. ഇതിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ മാപ്പ് ചെയ്യണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജിയോളജി വകുപ്പ്, കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവയെ സഹകരിപ്പിച്ച് AI സഹായത്തോടുകൂടിയുള്ള വാർണിംഗ് സിസ്റ്റം കേരളം മുഴുവൻ സ്ഥാപിക്കണം. കാലാവസ്ഥാ വ്യതിയാനം സർക്കാർ കാണാതെ പോകരുത്.
കാലാവസ്ഥാ മാറ്റത്തിന് അനുസരിച്ചുള്ളതാകണം സർക്കാരിന്റെ നയരൂപീകരണവും. ഇതൊക്കെ പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടിയുള്ള കേരളിനെ UDF എതിർത്തത്. പാരിസ്ഥിതികമായ വിഷയങ്ങളെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടെ നോക്കിക്കണ്ടു മാത്രമേ പുതിയ നയങ്ങൾ രൂപീകരിക്കാവൂ എന്നതാണ് UDFന്റെ അഭിപ്രായമെന്നും സതീശൻ വ്യക്തമാക്കി. കൃത്യമായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത്. കാരണം ഇതിൽ ഒരുപാട് പേർ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ നഷ്ടപ്പെട്ട വീടുകളുണ്ട്. അവരെന്ത് ചെയ്യും? വാടക കൊടുത്താൽ വാടക വീട്ടിൽ പോയി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ മാത്രമായവരുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, മക്കളുടെ മക്കളും നഷ്ടപ്പെട്ടവർ. അവർക്ക് സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സർക്കാർ ചെയ്യേണ്ടത് ഒരു 400-450 കുടുംബങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യണം. അതിൽ കുറേ കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരുണ്ടാകും. നമുക്ക് ആവശ്യമായ സഹായം കൊടുത്ത് റെൻറ്റിന് വീടെടുത്ത് റെൻറ്റ് കൊടുത്ത് അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യം ഒരു പാത്രം പോലും ഉണ്ടാവില്ല, ഒരു തുണി പോലും ഉണ്ടാവില്ല, അതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളതിനാവശ്യമായ സഹായ കുടുംബത്തിന് ഒരു വാടക വീട്ടിൽ പോയോ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കോ താമസം മാറുമ്പോൾ ആവശ്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തൊഴിൽ, കുറേ പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടി വരും, സർക്കാർ തൊഴിൽ കൊടുക്കേണ്ടി വരും, കുറേ പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിച്ചവരുണ്ട്. അവർക്ക് ഏതെങ്കിലും സ്ഥലം ഗവൺമെൻറ് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ ഏജൻസികൾ മുൻകൈയെടുത്ത് കൃഷി ചെയ്ത് പാട്ടത്തിനാണെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ വേണം. അപ്പം ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലമെടുത്തിട്ട് കുറച്ച് പൊതുവായ സ്ഥലം, കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും സ്കൂളും അതുപോലെ ചെറിയ അംഗൻവാടിയും ഒരു പൊതുസ്ഥലവും എല്ലാം ഉദ്ദേശിച്ചുള്ള ഒരു സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച 100 വീട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് കൂടി ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങളത് വളരെ ഫലപ്രദമായി ചെയ്യണം, ഒരു മോഡലായി ചെയ്യണമെന്നാണ്. സർക്കാരും അതുപോലെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സമഗ്രമായൊരു ഫാമിലി പാക്കേജാക്കി ചെയ്താൽ മാത്രമാണ് അത് ഫലപ്രദമാകുന്നത്. അതോടൊപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം മറന്നു പോവും, വീണ്ടും ദുരന്തങ്ങളുണ്ടാവും, വീണ്ടും നമ്മൾ പോവും, വീണ്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇതാവും, നമ്മളെല്ലാവരും ചെല്ലാതല്ല. ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ്, ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം. മണ്ണ് പരിശോധനകൾ അത്തരം സ്ഥലങ്ങളിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ, കാലാവസ്ഥ പ്രവചന വകുപ്പിനെ എല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയ ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. കേരളം മുഴുവൻ, വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏത് സമയത്തും അതിതീവ്ര മഴ പെയ്യാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, ചക്രവാത ചുഴി ഉണ്ടാകാം, സൈക്ലോൺ ഉണ്ടാകാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ കൂടി പറഞ്ഞതാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സർക്കാർ കാണാതെ പോകരുത്. ക്ലൈമറ്റ് ചേഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത്. ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് കേരളിനെ എതിർത്തു. കേരളത്തിൽ 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി പോയതാണ്. അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തായിരുന്നു? പാരിസ്ഥിതികമായ വിഷയങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടുകൂടി നോക്കി കണ്ടുവേണം ഇനി പുതിയ നയങ്ങൾ രൂപീകരിക്കുക. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഉള്ള എല്ലാ നടപടികൾക്കും, സർക്കാരിൻ്റെ ക്രിയാത്മകമായ എല്ലാ നടപടികൾക്കും കലവറയില്ലാതെ ഞങ്ങൾ പിന്തുണ നൽകും. അതിൻ്റെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ ആ കൂട്ടത്തിൽ നിർദ്ദേശങ്ങൾ നൽകും. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ്. എന്തായാലും അത് ഏറ്റവും ഭംഗിയാക്കി അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുവരെ കേരളത്തിൽ കാണാത്ത ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ദില്ലി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല. വിചാരണ കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി വിലയിരുത്തി. മുൻപ് ED രജിസ്റ്റർ ചെയ്ത കേസിൽ കേജ്രിവാളിന് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ CBI കേസ് നിലനിൽക്കുന്നതിനാൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. CBI അറസ്റ്റ് ചോദ്യം ചെയ്തതും ജാമ്യാപേക്ഷയുമായി 2 ഹർജികളായിരുന്നു ദില്ലി കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. 2 ആഴ്ച മുമ്പ് ഇരു ഹർജികളിലും വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയിരുന്നു. കേജ്രിവാളിനെ അറസ്റ്റ് റദ്ദാക്കുകയോ ജാമ്യം അനുവദിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കേജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നു.
കേസിൽ തീഹാർ ജയിലിൽ കഴിയവേ ജൂൺ 26-നാണ് CBI കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ED കേസിൽ സുപ്രീം കോടതി നേരത്തെ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും CBI കേസ് നിലനിൽക്കുന്നതിനാലാണ് പുറത്തേക്കിറങ്ങാൻ കഴിയാതെ പോയത്. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർക്ക് പരിക്ക്. തിങ്കളാഴ്ച പുലർച്ചെ ഗലീലിയിലെ ഐലത്ത് ഹഷാഹാറിലായിരുന്നു ആക്രമണമുണ്ടായത്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് സൈനികർക്ക് പരിക്കേറ്റത്. വടക്കൻ ഇസ്രായേലിലെ സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണിതെന്നും ഹിസ്ബുള്ള അറിയിച്ചു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മെയ് അൽ ജബാൽ ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച മുതൽ മേഖലയിൽ സംഘർഷം രൂക്ഷമാണ്. സംഘർഷം രൂക്ഷമാക്കുവാൻ താൽപ്പര്യമില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി വ്യക്തമാക്കി. അരക്ഷിതാവസ്ഥ തുടരുന്നത് ഒഴിവാക്കുവാൻ ഇസ്രായേലിന് ശിക്ഷ നൽകേണ്ടത് ആവശ്യമാണെന്നും പറഞ്ഞു. ഇസ്രായേലിന് പിന്തുണ നൽകുന്നത് US അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതേസമയം ഇറാന്റെ ആക്രമണമുണ്ടായാൽ നേരിടാൻ ഇസ്രായേലിൽ മുന്നൊരുക്കങ്ങളൊന്നുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് യയ്യർ ലബീദ് ആരോപിച്ചു. തിരുവനന്തപുരത്ത് 4 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിലുള്ള ഒരാളുടെ സാമ്പിൾ ഫലം ഇന്ന് കിട്ടിയേക്കും. രോഗം സ്ഥിരീകരിച്ച 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 23-ന് മരിച്ച യുവാവ് ഉൾപ്പെടെ 5 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം നെയ്യാറ്റിൻകര നെല്ലിപ്പൂട് സ്വദേശികളാണ്. കടുത്ത പനിയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കണ്ണറവിളയ്ക്ക് സമീപത്തെ കാവിൻകുളത്തിൽ കുളിച്ചതിനു ശേഷമാണ് ഇയാൾക്ക് കടുത്ത പനി തുടങ്ങിയത്. ഇതേ കുളത്തിലിറങ്ങിയവരാണ് മറ്റു 3 പേരുമെന്നാണ് വിവരം. ഈ കുളത്തിൽ കുളിച്ച കണ്ണറവിള പൂതംകോട് സ്വദേശി അഖിൽ കഴിഞ്ഞ 23-നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതിനു പിന്നാലെ കാവിൻകുളത്തിലിറങ്ങുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കുളത്തിലെ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് യുവാക്കളിൽ ഈ രോഗം കണ്ടെത്തുന്നത്. ഒരു പ്രദേശത്ത് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നതും ആദ്യം. തലസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ കുളങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതലെടുക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. ഇത്തരം കുളങ്ങളിൽ കുളിക്കുന്നവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖ അടുത്തിടെ രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയിരുന്നു. ഇതനുസരിച്ചായിരിക്കും ചികിത്സ. അവബോധം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ അവരുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയയെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഉത്തരവിട്ടു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ സിയയെ മോചിപ്പിക്കാൻ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചതായി ഓഫീസ് കുറിപ്പുകളിൽ അറിയിച്ചു. സൈനിക മേധാവി വഖാർ ഉസ്മാനും വിവിധ സേനകളിലെ ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അറസ്റ്റിലായവരെ മോചിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. 78 വയസ്സുള്ള ഖാലിദ സിയയെ 2018-ലാണ് 17 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. ഹസീനയുടെ രാജി തീരുമാനം പ്രഖ്യാപിച്ച സേനാ മേധാവി ജനറൽ വഖാർ ഉസ്മാൻ രാജ്യത്തിന്റെ ക്രമസമാധാന ചുമതല സൈന്യം ഏറ്റെടുക്കുകയാണെന്നും ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. 1971-ലെ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപമായി വളർന്നത്. സംവരണം സുപ്രീം കോടതി ഇടപെട്ട് 5% കുറച്ചതോടെ സംഘർഷത്തിൽ അയവ് വന്നിരുന്നെങ്കിലും ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാകുകയായിരുന്നു. 2 ദിവസത്തെ ഏറ്റുമുട്ടലുകളിൽ 157 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ദില്ലിയിൽ തുടരുകയാണ്. ദില്ലിയിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിലാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഷെയ്ഖ് ഹസീന ഇറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാകും വരെ ഇന്ത്യയിൽ തുടരുമെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്തെ ചില്ലറ വിൽപ്പന വർദ്ധിപ്പിക്കാൻ പ്രാദേശിക തലത്തിൽ ചില്ലറ വിൽപ്പന മേഖലകൾ വികസിപ്പിക്കണമെന്നും കേരളത്തിലേക്ക് കൂടുതൽ FMCG ഉൽപാദക കമ്പനികളെ എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യവസായ മന്ത്രി പി രാജീവ്. കേരള ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ
സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പ് വിളിച്ചു ചേർത്ത FMCG മേഖലയിലെ ബഹുരാഷ്ട്ര കമ്പനികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാണിജ്യ ചില്ലറ വ്യാപാര മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന സമഗ്ര വാണിജ്യ നയത്തിന്റെ കരട് തയ്യാറാക്കുവാൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ യോഗം സംഘടിപ്പിച്ചത്. കരട് തയ്യാറാക്കുവാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ വാണിജ്യ മേഖലയിലുള്ളവർക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാം. ഇതിനായി പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷം പരിപാടിയുടെ ഭാഗമായി 2.64 ലക്ഷം പുതിയ സംരംഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. 16,800 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 5.6 ലക്ഷം തൊഴിൽ അവസരങ്ങളും ഇതിലൂടെ ഉണ്ടായി. ഇവയിൽ 1.17 ലക്ഷം സംരംഭങ്ങളും 7,200 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും ചില്ലറ മൊത്ത വ്യാപാര മേഖലയിൽ നിന്നാണ്. 2.21 ലക്ഷം തൊഴിലാണ് ഈ മേഖലയിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടത്. മാറുന്ന കാലത്തെ വ്യാപാര ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഈ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതിന് സർക്കാർ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന് കീഴിൽ പ്രത്യേക വാണിജ്യ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട്. വാണിജ്യ മേഖല ഉൾപ്പെടെയുള്ള MSMEക്കായി എല്ലാ ജില്ലയിലും MSME ക്ലിനിക്, ഇൻഷുറൻസ്, സൗജന്യ കോസ്റ്റ് അക്കൗണ്ടിംഗ് സേവനം തുടങ്ങിയ വിവിധ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സമഗ്ര ലോജിസ്റ്റിക് നയരൂപീകരണം അവസാന ഘട്ടത്തിലാണ്. വിഴിഞ്ഞത്ത് പ്രത്യേക ലോജിസ്റ്റിക് ഇടനാഴി സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KPCC പ്രസിഡന്റ് K. സുധാകരനെ തള്ളി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വയനാടിനായി ചെലവഴിക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിൽ സുതാര്യത വേണം. ഇക്കാര്യത്തിൽ K. സുധാകരനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും ചെന്നിത്തല ദില്ലിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. സുധാകരൻ തന്നെ ചെന്നിത്തലയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനിടയിലാണ് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ചെന്നിത്തല ആവർത്തിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പറയാത്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൂല്യം കൊണ്ടെന്ന് K. സുധാകരൻ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിക്കില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം. ഷിരൂർ ദൗത്യത്തിൽ കർണാടക സർക്കാരിനെ CPM അനാവശ്യമായി പഴിച്ചു. ദുരന്തമുഖത്ത് പോലും കൊടിയുടെ നിറം നോക്കിയാണ് CPM പ്രവർത്തിക്കുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ചിന്തിക്കുന്നതെന്നും K. സുധാകരൻ കുറ്റപ്പെടുത്തി. ഫേസ്ബുക്കിലാണ് K. സുധാകരൻ തന്റെ നിലപാട് അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുള്ളത്, ഇതിൻ്റെ നടത്തിപ്പ്, ഈ CMDRF ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി വരികയും കോടതി ലോകായുക്തയിൽ തന്നെ കേസ് വരികയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. ഗവൺമെൻറ് ഇതിനകത്ത് വ്യക്തത വരുത്തുകയും ട്രാൻസ്പെറൻസിയോടുകൂടി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്നും 2 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ് ഇത് സംബന്ധിച്ച് KSEBക്ക് നിർദ്ദേശം നൽകിയത്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് 2 മാസത്തേക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. ദുരന്തം കവർന്ന പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കായിലെയും തിരച്ചിൽ 90% പൂർത്തിയായെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. 100% ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സംയുക്ത സംഘം ഇന്ന് യോഗം ചേർന്ന് വിലയിരുത്തും. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും ആദ്യ പട്ടിക ഇന്ന് പുറത്തുവിടുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വീടുകൾ നഷ്ടമായവരും പുനരധിവാസ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമെന്ന് മന്ത്രി പറഞ്ഞു. തിരച്ചിൽ നിർത്തുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് സർക്കാരാണെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. കേവലം വീട് നൽകുകയല്ല സർക്കാർ ലക്ഷ്യമെന്നും പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസം കേരള മോഡലാകും. പ്രൊജക്റ്റിൽ ആർക്കും സഹകരിക്കാം. പക്ഷേ പൂർണ്ണമായും സർക്കാരിന്റെ നേതൃത്വത്തിലായിരിക്കും പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതിനിടെ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസം ഉടൻ പുനരാരംഭിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. നിലവിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ ദുഷ്കരമാണെന്നും താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. പാഠപുസ്തകങ്ങളുടെ പ്രിന്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് ലഭ്യമാകാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിനായി 3 ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. തകർന്ന 2 സ്കൂളുകളും വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിക്കുമെന്നും ടൗൺഷിപ്പ് മാതൃകയിലായിരിക്കും നിർമ്മാണമെന്നും മന്ത്രി പറഞ്ഞു. മഹാദുരന്തമാണ് ഉണ്ടായത്.
ആ ദുരന്തത്തിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഇടപെടണമെന്നുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എത്തുകയും വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തുകയും ഇന്ന് രാവിലെ അധ്യാപകരുടെ ഈ കെടുതിയുണ്ടായ സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗം പ്രധാനപ്പെട്ട ക്യാമ്പിൽ ചേരുകയും ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം ഇവിടെ ജനപ്രതിനിധികളുടെയും പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെയും യോഗം ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ: ഒന്ന്, മെയിൻ ക്യാമ്പായിട്ടുള്ള GHSS മേപ്പാടിയിൽ അവിടെ ഏതാണ്ട് ഇപ്പോൾ തന്നെ 1890 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവിടുത്തെ ക്യാമ്പ് മാറുന്ന മുറയ്ക്ക് ക്ലാസ്സുകൾ ആരംഭിക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് മുഖ്യമായിട്ടും വെള്ളാർമല, മുണ്ടക്കൈ ഈ രണ്ട് സ്കൂളുകളിലെയും കുട്ടികളാണ് മുഖ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ സ്കൂളവിടെ ആ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ചോളം വിശദമായി ചർച്ച ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നോഡൽ ഓഫീസറായി വയനാട് ഡെപ്യൂട്ടി ഡയറക്ടറെ നിയോഗിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നിരവധി നിർദ്ദേശങ്ങളാണ് ഈ ഇന്നിപ്പോൾ കൂടിയ യോഗത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതെന്നുള്ളവരെ മനസ്സിലാക്കി ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നൊരു ക്യാമ്പ് നടത്തി ആ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഗതാഗത സൗകര്യം അത് KSRTC-യുമായിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന നിലയിലും ആലോചിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വരും. അതിനും പരിഹാരം കാണാം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടവർക്ക് കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആവശ്യമായ കമ്പ്യൂട്ടർ നൽകണം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളാർമല സ്കൂളാണ് പൂർണ്ണമായി തകർന്നത്. അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല. അതെവിടെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചന നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കെടുതിയുണ്ടായ പ്രദേശമെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ടൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ സ്കൂളിൻ്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും വെള്ളാർമല സ്കൂളിൻ്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും. അത് പൊതുവിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആവാം. അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിന് തയ്യാറാണ്. സ്കൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി, പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.